കനത്ത കാറ്റിലും മഴയിലും ഇടുക്കിയിൽ 130 വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. എറണാകുളത്തെ മലയോര മേഖലയിലും തീരദേശത്തും വലിയ നാശനഷ്ടമുണ്ടായി. കോട്ടയത്ത് 300ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് എറണാകുളം തേവര കോയിത്തറ റോഡിലെ കുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ കാർ മറിഞ്ഞത്. അമൃത് പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി എടുത്ത കുഴിയിലാണ് കാർ അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ സൂചനാ ബോർഡുകൾ ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ. ബൈക്കുകാരൊക്കെ ഒരു 4-5 മാസങ്ങളായിട്ടൂടെ വീഴ്ച സ്ഥിരമായിട്ടുണ്ട്. അപകടം പറ്റി ആളുകൾ പോകുന്നുണ്ട്. ഇതൊക്കെ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടൊന്നും യാതൊരു വിധത്തിലും ഒരു പ്രതികരണം പോലുമില്ല. കൊച്ചിയിലെ തീരപ്രദേശത്തും മലയോര മേഖലകളിലും മഴ ശക്തമാണ്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. പൊന്മുടി, കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. മധ്യകേരളത്തിൽ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ മഴ. 300ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. തൃശൂരിൽ മഴ ശക്തമായതിനെ തുടർന്ന് വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.